ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ പേര് എന്നോട് എപ്പോഴും ചോദിക്കുന്ന കേട്ടാ, ഹോം ടൂർ എന്താ ചെയ്യാത്ത, ഇപ്പം കിളിക്കൂടെ എങ്ങനെയുള്ളത്, ഒന്ന് ഹോം ടൂർ ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മളിന്ന് നമ്മുടെ കിളിക്കൂട് വീടും ചുറ്റുപാടും കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കിളിക്കൂട് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. എൻ്റെ കൊച്ചു വീടിൻ്റെ ഹോം ടൂർ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇനി കാണുന്നതൊക്കെ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ പോവാണ്. ബാക്ക് ക്യാമറയിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇത് കണ്ടില്ലേ, നമ്മുടെ കണ്ട നമ്മുടെ ജിംബ്രൂട്ടൻ ഉണ്ട് കേട്ടോ. അവിടെ ജിംബ്രൂട്ടൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കിളിക്കൂട് വീടിൻ്റെ കുഞ്ഞ് ഗേറ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട്, ഇതാണ് നമ്മുടെ കിളിക്കൂട് വീട് കേട്ടോ. നമ്മുടെ കിളിക്കൂട് വീട് ഇതാണ്. കണ്ടോ, ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഞാനൊരു ഷീറ്റ് വെച്ചിട്ടുള്ളതാട്ടോ. അതായത് എന്താ പറയുക, വെള്ളം ശീതനടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ കയറി ചെല്ലുമ്പോഴുള്ള നമ്മുടെ കിളിക്കൂട് വീട്ടിലെ നമ്മുടെ ഹോള്. ഇതാണ് കേട്ടോ ഹോള്. അപ്പം അമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. കണ്ടോ, അമ്മയുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെ നമ്മുടെ കിളിക്കൂട് വീട്ടിലുള്ള എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞു വീടാട്ടോ, അത്ര ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് TV, പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയ കുറച്ച് എന്താ പറയുക, രചനാ മത്സരങ്ങളിലും അതേപോലെ പഠിക്കുന്ന സമയത്തൊക്കെ കിട്ടിയ കുറേ ട്രോഫികളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ ഒരു കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ഓവൻ ഉണ്ട്. ചെറിയൊരു കുഞ്ഞു വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ 2 റൂമാണുള്ളത്. ഒരു റൂം അത് എൻ്റെ റൂമാണ്, ഇത് അമ്മയുടെ റൂമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞടുക്കള, നമ്മുടെ കിളിക്കൂട് വീട്ടിലെ കുഞ്ഞടുക്കളയാണ്. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് തീർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പാചകം ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഇന്നൊന്നും വെച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഗ്യാസ് തീർന്നത്. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഗ്യാസ് സ്റ്റൗമ്മലൊന്നും ഇല്ല. കണ്ടോ, ഒരു കെറ്റിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ചായ വെക്കാനാട്ടോ. ഗ്യാസ് അടുപ്പുണ്ട്, പക്ഷെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ആകെ എന്താ പറയുക, പുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഓല വീടായതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടുപ്പ് കത്തിക്കുന്നതിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ. പിന്നെ എൻ്റെ റൂമിൻ്റെ കാഴ്ചകൾ ഞാൻ ഇപ്പം കാണിക്കുന്നില്ല, ആകെ അലങ്കോലായി എടുക്കാം കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ റൂമിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ചകളൊക്കെ. പിന്നെ ഇത് അമ്മയുടെ കട്ടിലാട്ടോ, അത് അതേപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം നന്ദു ഇവിടെ കിടക്കും കേട്ടോ. നന്ദു എൻ്റെ അടുത്തല്ല ഇപ്പോൾ കിടക്കുന്നത്, അമ്മയുടെ കട്ടിലാണ് കേട്ടോ കിടക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു കട്ടിൽ വിട്ടിട്ടുണ്ട്. ചേച്ചിയൊക്കെ വന്നു കഴിഞ്ഞാലും ഇവിടെ തന്നെ ആയിരിക്കും, ഈ റൂമിലായിരിക്കും. പിന്നെ നമുക്ക് അടുപ്പില്ല, എന്നാലും അമ്മ ഉള്ള സമയത്തൊക്കെ സൂക്ഷിച്ചിരുന്ന വിറകുകളാട്ടോ ഇത്. അപ്പം ഞാൻ ഈ വിറക് വരെ പൊളിച്ച് കളഞ്ഞില്ല. ഞാൻ ഇതേപോലെ തന്നെ ഇപ്പോഴും ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. വിറക് കത്തിക്കുന്നൊന്നുമില്ല, എന്നാലും അത് അതേപോലെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വിറക് വര കെട്ടി, കണ്ടോ, വിറക് വര അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിളിക്കൂട് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. ഇവിടെ കുറച്ച് പച്ചമുളക് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു നാരക കേട്ടോ, ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും. ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓടിച്ചുള്ള കാഴ്ച. കിളിക്കൂട് വീടിൻ്റെ ഹോം ടൂർ ഓടിച്ചുള്ള കാഴ്ച ഇതാണ്. പെട്ടെന്ന് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി എൻ്റെ റൂമിൻ്റെ വീഡിയോ ഒക്കെ, ഞാനിപ്പോൾ റൂമിലാണ് നിൽക്കുന്നത്, കുറച്ച് അലങ്കോലമായിട്ട് എടുക്കുകയാണ്, അത് നിങ്ങളെ കാണിക്കണ്ടല്ലോ. അപ്പോൾ
റൂമിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ.